നിന്നെ ഞാനറിയുന്നീല, നിന്നു കത്തുന്ന വാക്കുകൾ ജന്മത്തിൻ നെഞ്ചിലാഴുമ്പോൾ നൃപ നിന്നെ അറിഞ്ഞു ഞാൻ. ദുഷന്തനോട് കാണിച്ച സ്നേഹം തിരിച്ചിങ്ങോട്ട് വന്ന് വാക്കുകളായി കൊത്തി കൊടയുകയായിരുന്നു. ഗാന്ധർവം എന്നതിന് എൻ്റെ എളിയ സങ്കല്പത്തിൽ വിവാഹങ്ങളിൽ ഏറ്റവും നല്ല വിവാഹം ഗാന്ധർവമാണ്. ശാകുന്തളത്തിൽ എന്താണ് അകം? ദുഷ്യന്തൻ എന്ന രാജാവ് മറവി കൊണ്ട് പ്രണയിനിയെ ഗാന്ധർവ വിധിപ്രകാരം വിവാഹം കഴിച്ച സ്ത്രീയെ ഉപേക്ഷിച്ചു. അതാണ് പ്രണയം. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള പ്രകർഷണയുള്ള നയമാണ്, നയിക്കലാണ്. നിന്നെ കാണെ മനം നീട്ടിച്ചിരിക്കുന്നീല പൂവുകൾ. സ്നേഹമാണ് ഉള്ളിലുണ്ടെങ്കിൽ, അന്യോന്യം അറിവായി തീർന്നു എങ്കിൽ പിന്നെ അടയാളങ്ങളുടെ ആവശ്യമില്ല. ഇങ്ങനെ അല്ലായിരുന്നല്ലോ ലോകം, നീ ഇങ്ങനെ ആക്കിയെടുത്തു, പക്ഷെ ഇതല്ലായിരുന്നു നാം തമ്മിൽ കാണുമ്പോഴുള്ള ആദ്യ ലോകം. എത്രമേൽ സുന്ദരം. മാനസത്തെളിയിൽ മുങ്ങി സർവശുദ്ധിയെടുക്കുക, വരികൻ്റെ പദം തേടി കാക്കുന്നേൻ ഏകവേണി ഞാൻ. എല്ലാവർക്കും, ഗുരുക്കന്മാർക്ക്, സഹോദരങ്ങൾക്ക്, അഭിരൂപമായ ഈ സദസ്സിന് നമസ്കാരം. നാം ഇരിക്കുന്നത് നിയമസഭയുടെ മന്ദിരത്തിനുള്ളിലാണ്. ഈ സഭയ്ക്കും ബഹുമാന്യരായ സാമാജികർക്കും അവരുടെ വിധാതാക്കളായ മഹാജനതയ്ക്കും നമസ്കാരം. എല്ലാവർക്കും വേണ്ടിയാണല്ലോ ഈ നമ്മുടെ ഉത്സവങ്ങളെല്ലാം. അതുകൊണ്ട് ഈ ഉത്സവത്തിന് സർവജനത്തിനും പ്രിയങ്കരമായ ഒരു വിജയം ഉണ്ടാവട്ടെ എന്ന് മനസ്സാ പ്രാർത്ഥിക്കുന്നു. കവിതയിലെ അഭിജ്ഞാനം എന്നാണ് എൻ്റെ ഇന്നത്തെ ഈ ചെറിയ വർത്തമാനത്തിന് പേര് കൊടുത്തത്. ഞാൻ തന്നെയാണ് ആ പേര് കൊടുത്തത്. അഭിജ്ഞാനം എന്നാൽ എന്ത് എന്നറിയുക എന്നത് പ്രധാനമാണ്. ഏവർക്കും, മിക്കവാറും എല്ലാവർക്കും ആ വാക്ക് ഏതെങ്കിലും വിധത്തിൽ പരിചിതമാണ്. അഭിജ്ഞാന ശാകുന്തളം എന്ന് കേട്ടിരിക്കും, കേട്ടല്ല പഠിച്ചിരിക്കും, നന്നായിട്ട് അറിഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ അഭിജ്ഞാനം എന്നതിനെക്കുറിച്ച് ഒരു പൊതുവായ ധാരണ നമുക്ക് മനസ്സിൽ കാണും. അടയാളം എന്ന് പൊതുവെ നമ്മൾ അതിനെ ധരിക്കുന്നു. കാരണം അതിൽ പ്രധാനം ആ നാടകത്തിൽ, അഭിജ്ഞാന ശാകുന്തളം എന്ന കാളിദാസ നാടകത്തിൽ പ്രധാനം അല്ലെങ്കിൽ ആധാരം ഒരു മുദ്രമോതിരമാണ്. അതാണ് അഭിജ്ഞാനം, അടയാളം. തിരിച്ചറിയാനുള്ളത് എന്നർത്ഥം, അറിവിലേക്കെത്താനുള്ളത്, ശരി എന്ത് എന്നറിയാനുള്ളത്. അത് കേവലം ഒരടയാളമല്ല, അറിവിലേക്കുള്ള പ്രവേശമാണ്, സത്യത്തിലേക്കുള്ള പ്രവേശമാണ്. നമുക്ക് മറവിയുണ്ടാകുമ്പോൾ ഇത്തരം അടയാളങ്ങൾ കണ്ടേ നമ്മൾ തിരിച്ചറിയൂ. നമുക്കറിഞ്ഞുകൂടാത്തതിനെ അറിയാനും അതുവരെ അറിയാത്തതിനെയോ തിരിച്ചറിയാത്തതിനെയോ അറിയാനും മറ്റെന്തെങ്കിലും ഒരെണ്ണത്തിനെ കുറിച്ചുള്ള വിവരം കിട്ടാനും അടയാളം ഉപയോഗിക്കും. മുദ്ര, മുദ്രയെന്ന് അതിനെ പറയും. എന്ത് കണ്ടാൽ മറ്റൊന്നിനെ ഓർമ്മിക്കുമോ അത് തന്നെയാണ് മുദ്ര. പലയിടത്തും അതിനെ പതാക എന്നും പറയും. പതാകയും അത് തന്നെയാണ്, പൊതിഞ്ഞു വയ്ക്കുന്നതാണ്. അഭിജ്ഞാനം എന്ന വാക്ക് കാളിദാസൻ ഉപയോഗിച്ചു ശാകുന്തളത്തിൽ. ആ വാക്ക് തന്നെയാണ് ഞാൻ ഈ കവിതയുടെ ചില ഉള്ളിലേക്കുള്ള സഞ്ചാരത്തിന്
പ്രകാശകമായി സ്വീകരിച്ചത്. ഞാൻ പറയുമ്പോൾ അപര്യാപ്തത കാണും, ന്യൂനതകൾ കാണും, അപഭ്രംശങ്ങളും കാണും. അത് എൻ്റെ പ്രായത്തിനും എൻ്റെ പാകതയുടെ കുറവിനും തെളിവായിരിക്കും. അത് പൊറുക്കുമാറാകണം. കാലത്തിൻ്റെ പ്രത്യേകത കൊണ്ട് പറയാൻ കഴിയുന്നതെല്ലാം പോലും പറയാൻ കഴിയില്ല. അതുകൊണ്ട് കുറവുകൾ പൊറുക്കുമാറാക്കണം. ഞാൻ അഭിജ്ഞാനത്തിലേക്ക് തിരിച്ചു വരാം. കാളിദാസ ശാകുന്തളത്തിൽ അഭിജ്ഞാനം ഒരു മോതിരമാണ്. ആ മോതിരത്തിലൂടെ തന്നെ താനും ദുഷ്യന്തൻ എന്ന രാജാവുമായിട്ടുള്ള ബന്ധത്തെ രാജാവിനെ ഓർമ്മിപ്പിക്കാം എന്ന് ശകുന്തള വിചാരിച്ചു. രാജാവ് ഓർമ്മിച്ചോ ഓർമ്മിച്ചില്ലയോ രാജാവിന് മനസ്സിലായില്ല, അല്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് നടിച്ചു. പിന്നീട് ഈ മോതിരം ഒരു മുക്കുവൻ്റെ കയ്യിൽ കിട്ടി. മുക്കുവൻ വിൽക്കാൻ കൊണ്ടുപോയപ്പോൾ അത് സേനാനികൾ പിടിച്ച് രാജാവിൻ്റെ അടുത്ത് എത്തിച്ചു. രാജാവ് അത് കണ്ടു. രാജാവിന് ഓർമ്മ വന്നു. മോതിരം മത്സ്യത്തിൽ നിന്ന് കിട്ടിയവൻ വിൽക്കാൻ പോയി. അത് വേറൊരു അടയാളമാണ്. മോതിരം വിൽക്കാൻ പോയത് മോതിരം ഒരു ക്രയവസ്തുവായി കണ്ടതുകൊണ്ടാണ്. അതിൻ്റെ അകം അവൻ അറിയില്ല. പല ജ്ഞാനങ്ങളും നമുക്ക് ഭൗതികമായ ക്രയവസ്തു ആവുന്നു, പ്രകടന വസ്തു ആവുന്നു, നമ്മുടെ ജീവിതത്തിനുള്ള ഉപാധികൾ മാത്രമാവുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഒരു മുക്കുവനെ പിടിച്ചവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല, വിൽക്കാൻ കൊണ്ടു നടക്കുന്നതായിട്ട് പറയണ്ട. ആ കാലത്ത് ഇത് വിൽക്കാൻ കൊണ്ടു നടക്കുന്ന ഒരുത്തൻ്റെ ബുദ്ധി സാമാന്യം ഭൗതിക ജീവിതത്തിനുള്ള ആഗ്രഹമാണ്, ആഗ്രഹത്തിൽ ഉറച്ചതാണ്. ഇത്രയും വെച്ചുകൊണ്ട് ആണ് ഞാൻ ഈ കവിതയിൽ അഭിജ്ഞാനം എന്ന വിഷയത്തിലേക്ക് കടക്കുന്നത്. നമ്മൾ പുറമേ കാണുന്ന വചനങ്ങളിൽ, ജീവിതങ്ങളിൽ പലതിനും വേറെ അകം ഉണ്ട്. ശാകുന്തളത്തിലും ഇതേ അകം ഉണ്ട്. അതൊന്ന് ചെറുതായി പറയാൻ ശ്രമിച്ചിട്ട് അടുത്തതിലേക്ക് കടക്കാം. ശാകുന്തളത്തിൽ എന്താണ് അകം? ദുഷ്യന്തൻ എന്ന രാജാവ് മറവി കൊണ്ട് പ്രണയിനിയെ, സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ചു. ഗാന്ധർവ വിധിപ്രകാരം വിവാഹം കഴിച്ച സ്ത്രീയെ ഉപേക്ഷിച്ചു. അതാണ് ഗാന്ധർവം എന്നതിന് ഇവിടെ ഒരു പ്രസക്തിയുണ്ട്. എൻ്റെ എളിയ സങ്കല്പത്തിൽ വിവാഹങ്ങളിൽ ഏറ്റവും നല്ല വിവാഹം ഗാന്ധർവമാണ്. പലർക്കും പല വിധത്തിൽ പറയാം. ഇതൊക്കെ പഴയ സങ്കല്പമാണ്, ഈ കാലത്ത് എന്താണ് എന്ന് ചോദിക്കാം. ഇത്തരം ബന്ധങ്ങളെ സംബന്ധിച്ച ഇടപാടുകളെല്ലാം ഏതെങ്കിലും വിധത്തിൽ സാർവലൗകികമാണ്, സാർവകാലികവും ആണ്. രണ്ടുപേർ പരസ്പരം പൂർണ്ണമായി ഇഷ്ടപ്പെട്ട് ബന്ധപ്പെടുന്നെങ്കിൽ അത് പ്രണയമാണ്. പ്രണയം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള പ്രകർഷണയുള്ള നയമാണ്, നയിക്കലാണ്. ഒന്ന് മറ്റൊന്നിലേക്ക് ലയിക്കലാണ്. രണ്ടുപേർ അന്യോന്യം ലയിച്ചു കഴിയുമ്പോൾ രണ്ടുപേരുടെയും പരസ്പരമുള്ള ജ്ഞാനം ഏതാണ്ട് ഒന്നാവുന്നു, അറിവ് ഒന്നാവുന്നു. അറിവ് ഒന്നാണെങ്കിൽ അവിടെ പിന്നെ പരസ്പരം നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന മുദ്രകൾക്ക് ആവശ്യമല്ല, അടയാളങ്ങൾ വേണ്ട. അറിവായി സ്നേഹമുണ്ടെങ്കിൽ അടയാളങ്ങൾ വേണമോ എന്ന് കവിതയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. സ്നേഹമാണ് ഉള്ളിലുണ്ടെങ്കിൽ, അന്യോന്യം അറിവായി തീർന്നു എങ്കിൽ പിന്നെ അടയാളങ്ങളുടെ ആവശ്യമില്ല. പുതിയ കാലം പഴയ കാലവും അടയാളങ്ങൾ തിരക്കുന്നവരുടേതാണ്. അടയാളങ്ങളാണ് ആവശ്യം. നമുക്കെപ്പോഴും ഒരു ഗ്രീറ്റിംഗ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കേക്ക് കൊടുക്കുക തുടങ്ങിയിട്ടുള്ള അടയാളങ്ങൾ, ഒരുപാട് പ്രകടനങ്ങൾ ആവശ്യമാണ്. ആ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നുവെങ്കിൽ പ്രണയം വിഭാഗീയമാണ്, അല്ലെങ്കിൽ തികച്ചും പുറമേ ഉള്ളതാണ്, വ്യക്തിപരമാണെന്നർത്ഥം.
രണ്ട് വ്യക്തികളുടെ പ്രണയം പൂർണ്ണപ്രണയം ആകുമ്പോൾ, അവികലമാകുമ്പോൾ അന്യോന്യം അടയാളം വേണ്ടി വരില്ല. പക്ഷേ അത്തരമൊരടയാളം വേണ്ടി വന്നു ശാകുന്തളത്തിലെ ദുഷ്യന്തനും ഒപ്പം ശകുന്തളയ്ക്കും. അതാണ് ചിന്തനീയമായിട്ടുള്ളൊരു കാര്യം. ശകുന്തള ദുഷ്യന്തനെ ആദ്യം കാണുന്നത് ആശ്രമത്തിൽ വെച്ചാണ്. ആശ്രമത്തിൽ പ്രവേശിക്കാൻ പോകുന്ന ദുഷ്യന്തൻ അവൻ്റെ കിരീടം, രാജചിഹ്നങ്ങൾ എല്ലാം അഴിച്ച് വെച്ചതിന് ശേഷം ആണ് ആശ്രമത്തിലേക്ക് കയറുന്നത്. എന്താണ് ഇതിനർത്ഥം? രാജാവായവൻ രാജാവായിട്ടല്ല ചെന്ന് കയറുന്നത്, വിനീതനായി കയറുകയാണെന്ന് തോന്നുന്നു. പക്ഷെ അതല്ല. രാജാവ് വനത്തിൽ വന്നത് ആശ്രമം സന്ദർശിക്കാനല്ല, അത് വേട്ടയ്ക്കായിരുന്നു. വേട്ടയ്ക്ക് വന്നവൻ യാദൃച്ഛികമായിട്ട് ആശ്രമത്തിൽ കയറുകയാണ്. രാജാക്കന്മാർക്ക് അന്നത്തെ രീതി, വേട്ടയ്ക്ക് പോകുന്നെങ്കിൽ വേട്ട എന്നത് രാജാവിൻ്റെ 7 വ്യസനങ്ങളിലൊന്നാണ്. രാജാവ് ഉൾപ്പെടാൻ പാടില്ലാത്തൊരു കാര്യമാണ് നായാട്ട് എന്നാണ് പറയുന്നത്. അതായത് രാജാവിൻ്റെ പ്രഖ്യാപിതമായ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു. ഇന്നത്തെ അധികാരവുമായിട്ടും അതിനെ ബന്ധപ്പെടുത്താം. തനിക്ക് വിഹിതമായ കർമ്മത്തിനപ്പുറത്തേക്ക് നായാടാൻ പോയവൻ, മാനിൻ്റെ പുറകെ പോയവൻ പെട്ടെന്ന് ആശ്രമപദം കണ്ടിട്ട് തൻ്റെ വേഷഭൂഷാദികളെല്ലാം അഴിച്ചു വെച്ച് അതിനകത്ത് കയറുന്നു. അപ്പോൾ അവനെ മറച്ചു വച്ചിട്ടാണ്, രാജാവെന്നത് മറച്ചു വച്ചിട്ടാണ് ആശ്രമത്തിൽ കയറുന്നത്. ആശ്രമം എന്നത് എന്താണ്? ആശ്രമം ധർമ്മസ്ഥാനമാണ്, ഗുരുവിൻ്റെ സ്ഥാനമാണ്. അവിടെ ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ശകുന്തള എന്ന സൗന്ദര്യത്തിനെയാണ്. ആ സൗന്ദര്യത്തിനെക്കുറിച്ച് അയാൾ പറയുന്നൊരു കാര്യമുണ്ട്. ന പ്രഭാതരളം ജ്യോതി രുദേതി വധുതാതലാത്. പ്രഭാതരളമായ ജ്യോതിസ് ഭൂമിയിൽ ഇങ്ങനെ ഉണ്ടാവില്ല. പിന്നീടാണ് ദുഷ്യന്തൻ അറിയുന്നത് ഇവൾ അപ്സാരിണിയായ, അതായത് അപ്സരസായ മേനകയ്ക്കും ഭൂമിയിലെ ബുദ്ധി തേജസ്സായ വിശ്വാമിത്രനും പിറന്നതാണ്, തപസ്സിൽ പിറന്നതാണ്. അതായത് സ്വർഗഭൂമികളുടെ ഒരു സംഗമം ഇവളുടെ ജന്മത്തിലുണ്ടെന്ന്. അതായത് അവൾ മാനുഷികമായ പരിമിതികളുള്ളവളല്ല, മറിച്ച് വ്യത്യസ്തമായ വേറൊരു തലം ഉള്ളവളാണ്. അവൾ ആശ്രമവാസിനിയാണ്, പ്രകൃതിയുമായി ചേർന്ന് കഴിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ ശകുന്തള ഇവിടുത്തെ പ്രകൃതിയുടെ പ്രതീകമാവുന്നു, നിർമ്മലമായ സ്നേഹത്തിൻ്റെ പ്രതീകമാവുന്നു. ഓരോ വ്യക്തിയുടെ മനസ്സിലുമുള്ള നൈർമല്യം, പ്രണയം, ശുദ്ധി, വികാരം തുടങ്ങിയിട്ടുള്ളതാകുന്നു. ഒപ്പം നാം സ്ത്രീ എന്നതിന് പൊതുവേ കൽപ്പിച്ചു കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ സ്വരൂപമാകുന്നു. ഈ 4 അവസ്ഥകൾ ശകുന്തളയ്ക്കുണ്ട്. അത് ഞാൻ പ്രത്യേകം പറഞ്ഞത് പ്രകൃതി, പ്രണയം, അതുപോലെ തന്നെ ആത്മശുദ്ധി, ഒപ്പം ശകുന്തള. ഇത്രയും വെച്ച് നോക്കുമ്പോൾ ഈ ശകുന്തള എന്ന് പറയുന്നത് ഇന്നത്തെ ലോകത്തെ സാധാരണ ഭരിക്കപ്പെടുന്ന പ്രജയും ആണ്. ഇങ്ങനെ മനസ്സിലാക്കണം എന്നെനിക്ക് തോന്നുന്നു. പ്രജയുമാണ്. ഈ പ്രജയെ ഏതു വിധത്തിലും നമുക്ക് പ്രലോഭിപ്പിക്കാം. പ്രജയെ പ്രണയിക്കുകയാണ് ഒരുപാട് പേര് ചെയ്യുന്നത്. ദുഷ്യന്തനും കണ്ടപ്പോൾ മോഹിച്ചാഗ്രഹിച്ചു, എന്നിട്ട് പ്രലോഭിപ്പിച്ചിട്ട് വശത്താക്കി ഗാന്ധർവത്തിലൂടെ വിവാഹം കഴിച്ചു, മുദ്രമോതിരം കൊടുത്തു, പോയി, പിന്നെ മറന്നു. എങ്ങനെ മറന്നു? അതും നോക്കാം. മറന്നത് ദുർവാസസിൻ്റെ ശാപം കൊണ്ടാണ്. കാളിദാസൻ അവിടെ ചേർത്തിട്ടുള്ളതാണ്. ദുർവാസസ് ശപിച്ചു മറന്നുപോട്ടെ എന്ന്. ദുർവാസസ് എന്ന് പറഞ്ഞാൽ ദുഷിച്ച വാസസ്, ദുഷിച്ച വസ്ത്രം. ആ ദുഷിച്ച വസ്ത്രത്തിന്
കൃത്യമായി അതിൻ്റെ അടയാളങ്ങൾ കൊണ്ട് മനസ്സിലാക്കാവുന്നത് ദുഷിച്ച ധർമ്മകഞ്ചുകം, കപടമായ ധർമ്മകഞ്ചുകം അണിഞ്ഞവൻ. ഭരിക്കുന്നവർക്കെല്ലാം ഇതിനെക്കുറിച്ച് ആലോചിക്കാം. നാം പ്രജയോട് അടുക്കുമ്പോൾ ഞാനിട്ടിരിക്കുന്ന കഞ്ചുകം കപടമാണോ അല്ലയോ? കപടകഞ്ചുകം കൊണ്ട് ആളുകളെ ആകർഷിക്കാം. ആ കപടകഞ്ചുകം ചാർത്തുന്നിടത്തോളം അങ്ങനെയുള്ള ഭരണാധികാരി കാപട്യത്തിലൂടെയേ സഞ്ചരിക്കൂ. ഇത് ഞാൻ എൻ്റെ വീട് ഭരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ചെയ്താലും ഇത് തന്നെയാണ്. ആ കാപട്യം മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തിൽ ആകെ മൂടിയിരിക്കുന്നു എന്നർത്ഥം. അങ്ങനെ മൂടിയിരിക്കുന്ന അവസ്ഥയിൽ അവന് നേര് കാണാനൊക്കില്ല. ശുദ്ധമായ പ്രണയത്തിന്, ശുദ്ധമായ പ്രകൃതിയെ, ശുദ്ധമായ ചിന്തയെ, ശുദ്ധമായ സത്യത്തെ മനസ്സിലാക്കാനൊക്കില്ല. സത്യബോധമുണ്ടാകുമ്പോൾ മാത്രമാണ് എല്ലാവരെയും കുറിച്ച്, അല്ലെങ്കിൽ താൻ എന്തിനെ പ്രണയിക്കുന്നു അതിനെക്കുറിച്ച് പ്രത്യേകം അടയാളം വേണം എന്ന് ആഗ്രഹിക്കാൻ കഴിയാതെ വരുന്നത്. അത്തരമൊരവസ്ഥ പുതിയ കാലത്തും ഉണ്ട് എന്ന് എനിക്ക് തോന്നി. പുതിയ കാലത്തിന് സംഭവിച്ചിരിക്കുന്നത് ദുഷ്യന്തൻ്റെ അതേ അവസ്ഥയാണ്. വ്യക്തിയുടെ ഉള്ളിൽ രണ്ട് ഭാവം, ഭരിക്കുന്നവർക്ക് അതിൻ്റെ ഉള്ളിൽ രണ്ട് ഭാവം. ഞാനാകുന്ന സാധാരണ മനുഷ്യന് സമൂഹത്തോട് വേറൊരു ഭാവം, അതുപോലെ തന്നെ ഞാനാകുന്ന മനുഷ്യന് പ്രകൃതിയോട് മറ്റൊരു ഉപഭോഗ സംസ്കാരം. ഇതെല്ലാം നമ്മെ ബാധിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ശകുന്തള എന്ന ആ കഥാപാത്രത്തെ ഒരു സ്ത്രീയായി, വ്യക്തിമനസ്സിലെ ചിത്തശുദ്ധിയായി, പ്രജയായി, പ്രകൃതിയായി കണ്ടുകൊണ്ട് ഞാനൊരു കവിത എഴുതി. അതാണ് ഗാന്ധർവം. ഈ കവിത അധികം പേർ വായിച്ചിരിക്കില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം. ആ ഗാന്ധർവത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഗാന്ധർവമാണ് ഈ കവിത, ഇവിടെ ഞാൻ ഇനി പറയുന്ന കവിത. ആ കവിതയുടെ ഉള്ളിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്തഭിജ്ഞാനമാണ് എനിക്കുണ്ടാകുന്നത് എന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അഭിജ്ഞാനം എന്നതിന് അറിവ്, അടയാളം എന്നൊക്കെയാണ് അർത്ഥമെങ്കിലും ബുദ്ധൻ്റെ ചരിതം നോക്കുമ്പോൾ അഭിജ്ഞാനം പരമസത്യത്തിലേക്കുള്ള യാത്രയും അതിൻ്റെ ബോധ്യവും ആണ്. ആ സത്യം സർവജനഹിതങ്കരമായിരിക്കും എന്നതും തീർച്ചയാണ്. അതിലേക്കുള്ള യാത്രയ്ക്ക് മനുഷ്യ മനസ്സ് വികസിക്കുക എന്നതൊരാവശ്യമാണ്. നമ്മുടെ ഭൗതിക ജീവിത ശീലം നമ്മെ ഒരുപാട് മറകളുള്ളവരായി ജീവിക്കാൻ പ്രേരിപ്പിച്ചിരുന്നു. ആ പ്രേരണ കൊണ്ട് എനിക്ക് എല്ലാത്തിനെയും ഒന്നായി കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കർമ്മം കൊണ്ട് പ്രകൃതി ദുഷിച്ചു, എൻ്റെ കർമ്മം കൊണ്ട് കാറ്റ് ദുഷിച്ചു, എൻ്റെ കർമ്മം കൊണ്ട് തന്നെയാണ് വെള്ളം ദുഷിച്ചത്, എൻ്റെ കർമ്മം കൊണ്ട് തന്നെയാണ് ഒരു പാവപ്പെട്ട ചെടികൾക്കുള്ളിൽ ദുഷിച്ച കീടങ്ങൾ അരിച്ചത്, എൻ്റെ കർമ്മം കൊണ്ട് തന്നെയാണ് ഒരുപാട് പേർക്ക് ദുരിതങ്ങളുണ്ടായത്. അങ്ങനെയാണെങ്കിൽ എന്നിലാണ് ഈ പ്രത്യഭിജ്ഞ കൂടുതൽ വരേണ്ടത്, തിരിച്ചറിവ് വരേണ്ടത്. ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴും ഞാൻ മറവിയിൽപ്പെട്ട ദുഷ്യന്തനായിരിക്കും. തിരിച്ചറിവുണ്ടാകാൻ എന്താണ് വഴി? തിരിച്ചറിവുണ്ടാകാൻ ശകുന്തളയിലേക്ക് ചെല്ലണം എന്ന് ഞാൻ കരുതി. ശകുന്തള തന്നെയാണ് സ്നേഹം, അല്ലെങ്കിൽ പ്രകൃതി, അല്ലെങ്കിൽ ചിത്തശുദ്ധി, ശരിയായ പ്രജ, ശരിയായ മനുഷ്യൻ, ജനകീയത്തിലെ ശരിയായ മനുഷ്യൻ. ആ ശകുന്തളയിലേക്ക് വീണ്ടും എത്തിയാലേ ഞാൻ ഉപേക്ഷിക്കുകയോ മറക്കുകയോ ദുർവിനിയോഗം ചെയ്യുകയോ ചെയ്ത ശകുന്തളയിലേക്ക് വീണ്ടും എത്തിയാലേ എൻ്റെ കണ്ണ് തുറക്കൂ എന്ന് സങ്കല്പിച്ചിട്ട് ഞാൻ എഴുതിയതാണ് ഗാന്ധർവം. എഴുതിയിട്ട് ഇപ്പോൾ 32 വർഷമായി. 1993 DC ബുക്സ് അത് പ്രസിദ്ധീകരിച്ചു. ഇപ്പോൾ ഇത് വീണ്ടും എന്തിനെടുത്തു എന്ന് ചോദിച്ചാൽ, ഈ കാലത്ത് ഇതിനെക്കുറിച്ചൊന്ന് പറയണമല്ലോ എന്ന് വിചാരിച്ചു. ഈ കാലം
അതിന് യോജിക്കുന്നതാണ്. ഈ കവിത 4 ഖണ്ഡമായിട്ടാണ് ഞാൻ എഴുതിയത്. ആദ്യം ശകുന്തളയും ദുഷ്യന്തനും, ശകുന്തളയാണ് മനസ്സിൽ നിറഞ്ഞത്. പിന്നെ ദുഷ്യന്തൻ, ഇവരുടെ കർമ്മങ്ങൾ, ആ കർമ്മങ്ങളും സമകാലവുമായിട്ടുള്ള ബന്ധങ്ങൾ, അതിനുള്ളിലെ പൊരുളുകൾ, ഇതൊക്കെ മനസ്സിൽ കൊണ്ടു നടന്നു. ഏറെക്കാലം കൊണ്ടു നടന്നിട്ടും എവിടെ എഴുതി തുടങ്ങണമെന്ന് തോന്നിയില്ല. പൊട്ടി വരുമ്പോഴേ കവിത സ്വീകരിക്കാവൂ. അതുകൊണ്ടത് പൊട്ടി ഒഴുകുവോളം മിണ്ടാതെ അതിനെക്കുറിച്ച് ചിന്തിച്ച് നടന്നു ഏറെക്കാലം. ഒരു തവണ ഒരു ദിവസം എതിർച്ചയാ പെട്ടെന്ന് 2 വരി മനസ്സിൽ തോന്നി. ആ 2 വരി എനിക്ക് ബോധ്യപ്പെട്ടു. ആ 2 വരി കുറിച്ചിട്ടിട്ട് പിന്നെ കവിത എഴുതാൻ തുടങ്ങി. ആദ്യമായി തോന്നിയ വാക്കുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അറിവായി സ്നേഹമുണ്ടെങ്കിൽ അടയാളങ്ങൾ വേണമോ? എനിക്ക് എൻ്റെ വീട്ടുകാരിയോട്, അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളോട്, ഞാൻ പിറന്ന മണ്ണിനോട്, എൻ്റെ സമൂഹത്തോട്, എൻ്റെ കൂടെയുള്ള എല്ലാവരോടും, ഞാൻ ഭരിക്കുന്ന ജനങ്ങളോട് ശരിയായി സ്നേഹമുണ്ടെങ്കിൽ, അത് ആത്മീയമായ അറിവാണെങ്കിൽ, പിന്നെ മറ്റടയാളങ്ങൾ, ലൗകിക മുദ്രകൾ ആവശ്യമില്ല. ഒരു മോതിരം, ഒരു താലി എന്നൊക്കെ, ഒരു ഫോട്ടോ, ഇതെല്ലാം ലൗകികമായ മുദ്രകളാണ്. മുദ്രകളിൽ കുടുങ്ങുകയും മുദ്രയ്ക്കപ്പുറത്തേക്ക് പോകാതിരിക്കുകയും ചെയ്യുമ്പോൾ നാം സത്യമെന്ത് എന്ന് മറന്നുപോകുന്നു. ആദ്യം ഞാൻ ആർജിക്കേണ്ടത് എന്നെക്കുറിച്ചുള്ള അറിവാണ്. എന്നെക്കുറിച്ചറിയാത്തത് കൊണ്ട്, മറ്റുള്ളവരെക്കുറിച്ചറിയാൻ കൂടുതൽ പാടുപെടുന്നത് കൊണ്ട്, എൻ്റേതായ പ്രത്യേക കാചം കൊണ്ട് മറ്റു മനുഷ്യരെയൊക്കെ ഞാൻ നോക്കുന്നത് കൊണ്ട് എൻ്റെ കാഴ്ചകൾ മങ്ങിയോ വക്രിച്ചോ പോകും. ആ മങ്ങലും വക്രതയും പൊതുജനങ്ങളിൽ ആരോപിച്ചിട്ട് ഞാൻ എന്നെ വിശുദ്ധനാക്കിയോ ഉന്നതനാക്കിയോ വയ്ക്കും. അങ്ങനെ വയ്ക്കുന്നത് കൊണ്ട് മറ്റു മനുഷ്യനോട് എനിക്ക് ആത്മബന്ധം വളരെ കുറയും. അങ്ങനെ കുറയും തോറും ഞാൻ എന്നെ ചുരുക്കി, എന്നാൽ ഞാൻ കാണെ പെരുകിയതാണ് എന്ന് ധരിച്ച് കൂടുതൽ അബദ്ധങ്ങളിലേക്ക് വീഴും. ഒടുവിലാണ് സ്വയം ദുഃഖിക്കുന്നത്. അങ്ങനെ ഒരു ദുഃഖത്തിൻ്റെ രംഗം ശാകുന്തളത്തിലുണ്ട്. മോതിരം കണ്ടു, ശകുന്തളയെ ഓർമ്മിച്ചു. തനിക്ക് കൊച്ചുങ്ങളൊന്നും ഉണ്ടായില്ല. അടുത്ത് ഈ രാജ്യം ആര് ഭരിക്കും എന്നതിനെക്കുറിച്ചൊരു പിടിയുമില്ല. അങ്ങനെ വിഷാദിച്ചിരിക്കുമ്പോഴാണ് മോതിരം കണ്ടത്, ശകുന്തളയെ ഓർമ്മിച്ചത്. ശകുന്തളയെ മറന്നുപോയല്ലോ, ഇന്നെ തിരിച്ചു പിടിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഒരു ചിത്രകാരനെ കൊണ്ട് ശകുന്തളയുടെ ചിത്രം വരപ്പിച്ച് ആ ചിത്രം കണ്ട് കണ്ണുനീർ തൂകി ഇരിക്കുകയാണ് ദുഷ്യന്തൻ. ഇനി ഒരു കൊച്ചു സമകാല സംഭവം പറയാം. ശകുന്തള ഇല്ലാത്തതുകൊണ്ട് ദുഃഖിച്ചിരിക്കുന്ന ദുഷ്യന്തൻ ശകുന്തളയുടെ ചിത്രം വരപ്പിച്ച് ആ ചിത്രത്തിൽ നോക്കി പഴയതോർമ്മിച്ച് ദുഃഖിച്ച് ഇരിക്കുന്നു അവൻ്റെ ഉദ്യാനത്തിൽ. അതുപോലെ നമ്മളും ചെയ്യുന്നുണ്ട്. കാട് മുഴുവൻ നശിപ്പിച്ചിട്ട് നഗരത്തിൽ വനമഹോത്സവം നടത്തി കൃത്രിമമായി കാടും ചോലയുമൊക്കെ ഉണ്ടാക്കി അതിൻ്റെ പടങ്ങളുണ്ടാക്കി ആളുകളെ കാണിച്ച് ഞാനും കണ്ട് രസിക്കുന്നു. കാട് വിട്ടുപോയി, കാട് കളഞ്ഞുപോയി, കാട് മറഞ്ഞുപോയി, വെള്ളം ചീത്തയായിപ്പോയി വിലപിക്കുകയും പരിസ്ഥിതി പരിപാടികൾ ഉണ്ടാക്കുകയും ഒരുപാട് ആഘോഷം നടത്തുകയും ചെയ്യുന്നു. അതൊരു ദുഷ്യന്തൻ, പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ദുഷ്യന്തനിസമാണ്. നമ്മൾ പരിത്യജിച്ചതിനെ, നമ്മൾ ഗർവിച്ചുപയോഗിച്ച് നശിപ്പിച്ചതിനെ തിരിച്ചു കിട്ടാഞ്ഞ് എനിക്ക് രക്ഷയില്ലാഞ്ഞ് അതിനെക്കുറിച്ച് വിലപിക്കാനുള്ളതിന് പകരം ആ
വിലാപം മറച്ചു വെച്ചുകൊണ്ട് പടം വരച്ചു വെച്ച് ആളുകളെ കാണിച്ച് മോഹിപ്പിച്ച് ഉപയോഗിക്കുന്ന ഒരു ശീലം. അത് ഒരു ശകുന്തളാ നിരാസത്തിന് ശേഷമുള്ള പ്രവൃത്തിയാണ്. നമ്മുടെ പ്രകൃതി, നമ്മുടെ മാനസിക പ്രകൃതി, ഭാഷാപ്രകൃതി, മനുഷ്യപ്രകൃതി, ഇതെല്ലാം ഒരുപാട് വികലമാക്കപ്പെട്ടത് നമ്മുടെ തൃഷ്ണയും അധികാരവും കൊണ്ടാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ആ തൃഷ്ണയും അധികാരവും കൊണ്ട് തന്നെ ഉണ്ടാകുന്ന ദുരനുഭവങ്ങളെ മുഴുവനും സ്വയം പേറി അതിന് പരിഹാരം കാണാനുള്ള ശരിയായ നീക്കത്തിൽ കൂടെ പോകാതെ കൃത്രിമമായ ഉപാധികൾ സ്വീകരിച്ച് അവിടെയും രക്ഷപ്പെടാൻ നോക്കുന്ന ദുഷ്യന്തൻ. ഓരോ വ്യക്തിയിലും ഈ അംശം ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. എല്ലാം പറയാൻ ഒക്കവേ പറവതിനൊട്ടുമേ കാലം പോരാ. അതുകൊണ്ടെല്ലാം ദീർഘിപ്പിച്ച് പറയുന്നില്ല. ഞാൻ ഈ കവിത എഴുതിയത് ദുഷ്യന്തൻ പരിത്യജിച്ച് കഴിഞ്ഞ ശേഷം സാനുമതി എന്ന അപ്സരസ് തൂക്കിയെടുത്ത് ആകാശത്തിലേക്ക് കൊണ്ടുപോയ ശകുന്തളയിലാണ്. ശകുന്തള ഭൂമിക്ക് മുകളിൽ, സ്വർഗത്തിന് താഴെ, അന്തരീക്ഷത്തിൽ, സിദ്ധാശ്രമത്തിൽ ഒരു മാനസലോകമാണത്. അതൊരു മാനസലോകമെന്ന് സങ്കല്പിക്കാം. ആ സിദ്ധാശ്രമത്തിൽ, കശ്യപൻ്റെ ആശ്രമത്തിൽ ഒരു കുട്ടിയെ പ്രസവിച്ച് കുട്ടിയെ പോറ്റി അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. പക്ഷേ അവിടെ നിന്നുകൊണ്ട് സ്നേഹം ഒരിക്കലും വറ്റിപ്പോയിട്ടില്ലാത്ത ആ സ്നേഹസ്വരൂപിണി താഴേക്ക് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നും നമുക്ക് വേണ്ടി മേഘം വർഷിക്കുന്നു, പ്രകാശം വരുന്നു. മണ്ണിന് വേണ്ടി തന്നെ നമ്മളതിനെ ദുഷിപ്പിക്കുന്നുണ്ടെങ്കിലും ഇന്നും വെള്ളം ഒഴുകുന്നു താഴേക്ക്. നമ്മളതിനെ കിട്ടിയ ഉടനെ ദുഷിപ്പിച്ച് കളയുകയും ചെയ്യുന്നു. പക്ഷേ ഈ ശകുന്തള എന്ന സ്നേഹം താഴേക്ക് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. താഴെ നോക്കുമ്പോൾ ദുഷ്യന്തനെ കാണുന്നു. ദുഃഖിച്ചിരിക്കുന്ന പുതിയ പൗരൻ, പുതിയ നരൻ, പുതിയ ഭരണാധികാരി, പുതിയ കാമുകൻ, അവനെ കാണുന്നു. എന്നിട്ട് അവിടെ നിന്ന് അവൾ ചിന്തിക്കുന്നു. ആ ഭാഗം, അവിടെ നിന്ന് അവൾ ചിന്തിക്കുന്ന ആ ഭാഗം അവളുടെ വിയോഗ സന്ദർഭത്തെ അവൾ ഓർമ്മിക്കുന്നതായിട്ടാണ്. ആ വിയോഗ സന്ദർഭം ഓർമ്മിച്ചിട്ട് അവൾ ആകാശത്ത് ഉണ്ടായ അനുഭവങ്ങളും പറയുന്നു. എന്നിട്ട് അടുത്ത ഖണ്ഡം, ഇത് വിയോഗം എന്ന ഖണ്ഡമാണ്. വിഷാദം എന്ന ഖണ്ഡമാണ് അടുത്തത്. വിഷാദം ഭൂമിയിലെ വിഷാദമാണ്. ഭൂജാതങ്ങളുടെ മുഴുവൻ വിഷാദമാണ്. ഭൂമിയിലിരിക്കുന്ന ഭരിക്കുന്നവൻ്റെയും ഭരിക്കപ്പെടുന്നവൻ്റെയും വിഷാദമാണ്. അത് താഴെ ഉണ്ടാക്കിയ ഭൂപ്രകൃതി പരിവർത്തനത്തിൻ്റെ വിഷാദമാണ്. അത് കണ്ടിട്ട് അവൾ പിന്നെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ലോകം, നീ ഇങ്ങനെ ആക്കിയെടുത്തു, പക്ഷെ ഇതല്ലായിരുന്നു നാം തമ്മിൽ കാണുമ്പോഴുള്ള ആദ്യ ലോകം, എത്രമേൽ സുന്ദരം, എല്ലാവരും മിത്രങ്ങളായിരുന്നില്ലേ എന്നാണ്. എന്നിട്ട് ആദ്യം ഈ കൃത്രിമ മനസ്സും, നമ്മൾ കൃതകബുദ്ധിയുടെ കാലത്താണ് ജീവിക്കുന്നത്, നിർമ്മിത ബുദ്ധിയുടെ കാലത്ത്. ആ കൃതകബുദ്ധിയും സ്വച്ഛന്തമായ പ്രകൃതി ബുദ്ധിയും ആദ്യമായി സംഗമിക്കാനുണ്ടായ ഘട്ടം ആലോചിക്കുന്നു. അപ്പോൾ ആ നിർമ്മലമായ ബുദ്ധിയിൽ പുതിയ മോഹനാസ്ത്രം വന്ന് പതിക്കുമ്പോൾ ഉണ്ടായ ഒരു വിഭ്രമവും ഒരു വല്ലാത്ത ഹർഷവും ഇളക്കവും മദവും കാമവും എല്ലാം ശകുന്തള ആലോചിക്കുന്നു. അങ്ങനെ മോതിരത്തിൽ കൊരുത്തിട്ടു മുഗ്ധപ്രകൃതി എൻ വിധി, നിൻ്റെ മോതിരത്തിൽ മുഗ്ധപ്രകൃതിയായ എൻ്റെ വിധിയെ നീ കൊരുത്തിട്ടു. വനത്തിൻ വഴി പോകുന്നവർക്ക് എന്ത് ലൗകിക മുദ്രകൾ, പ്രകൃതിയുടെ വഴിക്ക് മാത്രം സഞ്ചരിക്കുന്നവർക്ക് ലൗകിക മുദ്ര ഇല്ല, അതിൻ്റെ അടയാളങ്ങൾ ആവശ്യമില്ല, ഒരിക്കലും ഒരടയാളവും ആവശ്യമില്ല. ഒരു കിളിക്ക് പറക്കാൻ വിസ വേണ്ട. ഒരു കിളിക്ക് വെള്ളം കുടിക്കാൻ പ്രത്യേകിച്ച് കരം കൊടുക്കണ്ട. ഒരു കിളിക്ക് വില്ലേജ് ഓഫീസിൽ പോയിട്ട്
പേരിനും ജാതിക്കും സർട്ടിഫിക്കറ്റ് വാങ്ങണ്ട. ലൗകിക മുദ്രകൾ കൊണ്ട് മുറുകി മുറുകി മുറുകിപ്പോയ മനുഷ്യന് എല്ലാത്തിനും ആധാർ വേണം. ആധാറിനുള്ളിൽ നോക്കുമ്പോഴാണ് അവൻ്റെ ചരിത്രം അല്പമെങ്കിലും മനസ്സിലാകുന്നത്. ആധാർ എന്ന മുദ്രയ്ക്കുള്ളിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്, ജീവിതങ്ങളുണ്ട്. പക്ഷേ അതിനും അപ്പുറത്താണ് ആധാരങ്ങൾക്കും ആധാരമായ സത്യം. ആ സത്യമാണ് ശരിയായ അറിവ്. ആ അറിവാണ് ശരിയായ സ്നേഹം. അറിവാണ് സ്നേഹം എന്നതാണ് എൻ്റെ ഒരുറപ്പ്. ശകുന്തള ഇത് കാണുന്നു, അറിയുന്നു, ചിന്തിക്കുന്നു. അങ്ങനെ സംഗമം എന്നത് അനുസ്മൃതിയായിട്ട് അവളിലേക്ക് വരുന്നു. എന്നിട്ട് ഇപ്പോഴത്തെ ദുഷ്യന്തൻ്റെ അവസ്ഥയിലേക്ക് വീണ്ടും വരുന്നു. ദുഷ്യന്തനോട് അവിടെ നിന്നുകൊണ്ട് അവൾ പറയുന്നതായിട്ടാണ് അവസാനത്തെ സായുജ്യം എന്ന ഭാഗം. ഞാൻ പറഞ്ഞു 4 ഭാഗമുണ്ട്. 1 വിയോഗം, 2 വിഷാദം, 3 സംയോഗം, 4 സായുജ്യം. വിയോഗം വേർപിരിഞ്ഞ ശേഷമുള്ള ജീവിതത്തിൽ ഉള്ള ചിന്തയാണ്. വിഷാദം അവിടെ നിന്നുകൊണ്ട് ഭൂമിയുടെ അവസ്ഥയെക്കുറിച്ചുള്ള ചിന്തയാണ്. അത് കഴിഞ്ഞ് സംയോഗം അത് ആദിമമായ സ്നേഹത്തിൻ്റെ സംഗമത്തിൻ്റെ ചിന്തയാണ്. ഏറ്റവും ഒടുവിൽ സായുജ്യം വീണ്ടും വികൃതമായ പരീക്ഷീണമായ ദുഷ്ടമായ ജീവിതത്തെ ശുദ്ധിയോട് സംഗമിപ്പിക്കുന്നതിൻ്റെ ചിന്തയാണ്. ഈ വിധത്തിലാണ് ഗാന്ധർവം എന്ന കവിത ഞാൻ എഴുതിയത്. ആ കവിതയുടെ ചില ഭാഗങ്ങൾ തൽക്കാലം ഏതാണ്ട് ഒന്ന് ബോധ്യപ്പെടുമാറ് ചെറുതായി ഒന്ന് പറഞ്ഞിട്ട് ചൊല്ലിയിട്ട് ചെറിയ വിശദീകരണത്തോട് വേണമെങ്കിൽ ചൊല്ലേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നു. ചൊല്ലാൻ ശ്രമിച്ചിട്ട് സമയത്തെക്കുറിച്ചുള്ള ബോധം കൊണ്ട് കഴിവതും വേഗം ഞാൻ അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. ഈ കവിതയിൽ പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിച്ചത് പഴയ കഥയുടെ പുനരാഖ്യാനം അല്ല. ഇത് പഴഞ്ചനാണ് എന്ന് പലർക്കും തോന്നാം. ഏറ്റവും പഴയതിൽ പോലും ഏറ്റവും പുതിയതിൻ്റെ മുളപ്പ് നമുക്ക് കാണാനൊക്കും. ഏറ്റവും പുതിയ മുളപ്പിൽ ഏറ്റവും പഴയ വിത്തിൻ്റെ ആദിരൂപം നമുക്ക് കാണാനൊക്കും. ഒരു വിത്തിലടങ്ങുന്നു പഴവിത്തെല്ലാം. ഈ ഒരു വിത്തിൽ പഴയ വിത്തുകളെല്ലാം അടങ്ങുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ പുതിയ ജീവിതത്തിൽ പഴയ ജീവിതങ്ങളുടെ വിത്തുകൾ തന്നെ മുളച്ചു വരും. അതുകൊണ്ട് എല്ലാം ഒരിക്കലും പഴയതാവുന്നില്ല, എല്ലാം വീണ്ടും ആവിഷ്കരിച്ചു കൊണ്ടേയിരിക്കുന്നു. പ്രകൃതിയുടെ ഈ സിദ്ധി നാം സ്വയം നവീകരിച്ച് ഉണർത്തിക്കൊണ്ടുവരും തോറും നമ്മിലെ മാലിന്യങ്ങൾ, നമ്മുടെ വക്രതകൾ, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ മാഞ്ഞുപോകും എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഓരോ വ്യക്തിയിലും നടത്തേണ്ടുന്ന ഈ പരിവർത്തനത്തെക്കുറിച്ച് ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ് ഗാന്ധർവം എന്നത് എഴുതിയത്. ആ പഴയ കവിത അതിൻ്റെ ചില ഭാഗങ്ങൾ ഞാനിവിടെ ഒന്ന് ചൊല്ലാൻ നോക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ. 77 ശ്ലോകങ്ങളായിട്ടാണ് ഞാനത് എഴുതിയത്. അനുഷ്ടുപ് ശ്ലോകമാണ്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഈ കവിത എഴുതാൻ മനസ്സിൽ തിങ്ങി വിങ്ങി കൊണ്ടു നടന്നു. ഏതാണ്ട് 1 വർഷത്തോളമെങ്കിലും ഞാൻ ഇതിൻ്റെ ഉരുവപ്പെട്ടതിന് ശേഷം കൊണ്ടു നടന്നു. ഒന്ന് പൊട്ടി മുളയ്ക്കണമല്ലോ. അപ്പം ആദ്യമായിട്ട് മുളച്ചു വന്നത്, മുളയ്ക്കാതെ ഞാൻ എഴുതാറില്ല. മുളച്ച് അല്ലെങ്കിൽ ഒരിടം പൊട്ടി ഒഴുകണം, അല്ലാതെ എഴുതാറില്ല. അങ്ങനെ ആദ്യം മുളച്ചു വന്നത് ശകുന്തളയുടെ മനോഗതമായിട്ട് അറിവായി സ്നേഹമുണ്ടെങ്കിൽ അടയാളങ്ങൾ വേണമോ എന്ന വരികളാണ്. അപ്പോൾ അറിവാണ് ശകുന്തള. അതായത് ശുദ്ധതത്വം, പ്രകൃതിയുടെ അറിവ്, അത് എല്ലാ ഹൃദയങ്ങളെയും പുൽകുന്ന അറിവായിരിക്കും. ഒരു ജനതയെയും ആ ജനതയുടെ മനസ്സിനെയും ഹൃദയം കൊണ്ടറിയുന്നവനാണ് നല്ല ഭരണാധികാരി എന്ന് ഞാൻ വിചാരിക്കുന്നു.
ദുഷ്യന്തൻ ഹൃദയം കൊണ്ടറിഞ്ഞോ എന്നതാണ് പ്രധാനം. ഏത് ഭരണാധിപനും അതുപോലെ ആവണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഏത് വ്യക്തിയും മറ്റൊരു വ്യക്തിയോട് ആ വിധത്തിലാവണമേ എന്ന് തോന്നിയിട്ടുണ്ട്. എനിക്കും അതിന് കഴിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഇതുവരെ കഴിഞ്ഞതായിട്ട് എനിക്കും ഉറപ്പില്ല. എങ്കിലും ഞാൻ അറിവിലേക്ക് ചെന്നുകൊണ്ടേയിരിക്കണം. ശകുന്തള കശ്യപാശ്രമക്കാട്ടിൽ ഒരു കുട്ടിയെ പ്രസവിച്ച് സ്വസ്ഥമാനസയായി കഴിയുന്ന കാലത്ത് താഴെ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ തന്നെ വലിച്ചെറിഞ്ഞ ദുഷ്യന്തൻ്റെ ആദ്യത്തെ പ്രകടനം കണ്ടു. ഞാൻ ശാകുന്തളം ഒരുപാട് കാലം വായിക്കുകയും പിന്നെയും വായിക്കുകയും അതിൻ്റെ അകമേ പ്രവേശിക്കുകയും ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ ശാകുന്തളത്തിനേക്കാൾ വലിയ കാവ്യം ആയിട്ട് എനിക്ക് തോന്നിയത് മേഘദൂതമാണ്. അത് അപാരമായ കവിയാണ്. പക്ഷെ ശാകുന്തളം നമുക്ക് ഇന്നും ഏറ്റവും കൂടുതൽ പ്രാപ്യമായ അനുകരണീയമായ ഒരു മഹത്തായ ആശയത്തെ പ്രപഞ്ചനം ചെയ്യുന്ന കൃതിയാണ് എന്നെനിക്ക് തോന്നി. അതൊരു മഹത്തായ രാഷ്ട്രീയ പാഠമാണ്, മഹത്തായ വിശ്വരാഷ്ട്രീയ പാഠമാണ്, മഹത്തായ വ്യക്തിരാഷ്ട്രീയ പാഠമാണ്, മഹത്തായ ദാർശനിക പാഠമാണ്. അതുകൊണ്ട് ആണ് ഇങ്ങനെ എഴുതാൻ തുനിഞ്ഞത്. ശകുന്തള മുകളിൽ നിന്നുകൊണ്ട് താഴെ ദുഷ്യന്തനെ നോക്കുമ്പോൾ ആദ്യം വിയോഗത്തിൻ്റെ രംഗം അവൾ ഓർക്കുന്നു. ആദ്യമായിട്ട് മുകളിൽ നിന്നുകൊണ്ട് നോക്കുകയാണ്. എന്നാലും നീ എന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞല്ലോ എന്ന ദുഃഖമാണ്. നിന്നെ ഞാൻ അറിയുന്നില്ല, ദുഷ്യന്തൻ പറഞ്ഞതാണ്. ആ വാക്ക് ശകുന്തളയിൽ ഇപ്പോഴും നിന്ന് കത്തുന്നുണ്ട്. നിന്നെ ഞാൻ അറിയുന്നില്ല, നിന്നു കത്തുന്ന വാക്കുകൾ ജന്മത്തിൻ നെഞ്ചിലാഴുമ്പോൾ നൃപ നിന്നെ അറിഞ്ഞു ഞാൻ. നിന്നെ ഞാൻ അറിയുന്നില്ല, നിന്നു കത്തുന്ന വാക്കുകൾ ജന്മത്തിൻ നെഞ്ചിലാഴുമ്പോൾ നൃപ നിന്നെ അറിഞ്ഞു ഞാൻ. സ്നേഹം വേദനയായി വന്നെൻ ദേഹം കൊത്തിക്കുടഞ്ഞുവോ. ദുഷ്യന്തനോട് കാണിച്ച സ്നേഹം തിരിച്ചിങ്ങോട്ട് വന്ന് വാക്കുകളായി കൊത്തിക്കൊടയുകയായിരുന്നു. പക്ഷേ സ്നേഹം വേദനയായി വന്നെൻ ദേഹം കൊത്തിക്കുടഞ്ഞുവോ. അമ്മയായോടി വന്ന് എന്നെ താങ്ങി തേങ്ങി പറന്നുപോ. ഏതാണ് സ്നേഹം? ദുഷ്യന്തൻ്റെ സ്നേഹമാണോ അമ്മയുടെ സ്നേഹമാണോ? സ്നേഹം അമ്മയായി എവിടെ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ അമ്മയായി സ്നേഹം ഓടി വന്ന് അപ്സരസിലൂടെ തയങ്ങി താങ്ങി പറന്നു മൂളിപ്പോയി. ഏതാണ് സ്നേഹം? നാം ജനതയോട് കാണിക്കുന്ന സ്നേഹം സമ്പൂർണമായും സ്നേഹമാണോ എന്നും കൂടെ ആലോചിക്കാം. പ്രകൃതിയോട് കാണിക്കുന്ന സ്നേഹം സ്നേഹമാണോ? അതും നോക്കാം. നാളം മറന്ന ദീപം നിന്നീടം, നീടം കൂട്. നാളം മറന്ന ദീപം നിന്നീടം വിട്ടു പറന്നു ഞാൻ. അഗ്നിപക്ഷങ്ങളാൽ വിണ്ണിൻ സിദ്ധിക്ഷേത്രത്തിലെത്തവേ എന്നെ കണ്ടിട്ടറിഞ്ഞല്ലോ ശകുന്തങ്ങൾ അശിക്ഷിതർ. എന്നെ കണ്ടിട്ടറിഞ്ഞല്ലോ ശകുന്തങ്ങൾ അശിക്ഷിതർ. എന്നെ പുൽകിയണച്ചല്ലോ പിതാമഹവിഹായസം. അശിക്ഷിതർക്ക്, വലിയ വിദ്യാഭ്യാസം കിട്ടാത്തവർക്ക് സ്നേഹം തിരിച്ചറിയാൻ പറ്റും.
പ്രപഞ്ചത്തിൽ മറ്റെല്ലാം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുന്നുണ്ടോ അതറിഞ്ഞൂടാ. എനിക്ക് കരുണാപീഠം തപസ്സിൻ ഹേമശൃംഗം അറിവിൻ സത്യസൗന്ദര്യസ്ഥാനം ആത്മമഹാപദം ചുടുനീർത്തുള്ളിയായി താഴെ വിയർക്കുന്നു വസുന്ധര. ചുടുനീർത്തുള്ളിയായി താഴെ വിയർക്കുന്നു വസുന്ധര. അനന്തബോധമായി എന്നിൽ നിറയുന്നു ഋതംഭര. ഋതംഭര പ്രപഞ്ചം മുഴുവനുമാണ്. അറിയുന്നെന്നെ എന്നെക്കാൾ, അറിയുന്നെന്നെ എന്നെക്കാൾ അലിവിൻ വിശ്വരൂപികൾ. അറിയുന്നെന്നെ എന്നെക്കാൾ അറിവിൻ വിശ്വരൂപികൾ. അറിവായി സ്നേഹമുണ്ടെങ്കിൽ അടയാളങ്ങൾ വേണമോ? അറിയുന്നെന്നെ എന്നെക്കാൾ അലിവിൻ വിശ്വരൂപികൾ. അറിവായി സ്നേഹമുണ്ടെങ്കിൽ അടയാളങ്ങൾ വേണമോ? ഇതാണ് ആദ്യത്തെ ഭാഗം. അതെല്ലാം ഞാൻ ചൊല്ലിയില്ല, ഇനി ഇത്തിരി കൂടെ ഉണ്ട്. അത് ഇങ്ങനെയാണ്. ആ ഭാഗം മാത്രം വീണ്ടും ചൊല്ലാം. ആരാണ് ശകുന്തള? ഹിമവന്മലമേൽ വീണ വിണ്ണിൻ നിർമാല്യം അവ്യയം ബ്രഹ്മവർച്ചസ്സിലർപ്പിച്ച നിലാവിൻ്റെ ഹവിസിവൾ. അറിവേൻ അപ്സരസ്തീർത്ഥപുഷ്പമായ തപസ്സിവൾ. സ്വച്ഛബോധത്തിലാനന്ദം കടഞ്ഞുണ്ടായ ചേതന. മനുഷ്യൻ്റെ സ്വച്ഛബോധവും പ്രകൃതിയുടെ ആനന്ദവും കടഞ്ഞുണ്ടാകുമ്പോൾ ഒരു ചേതന ഉണരും. ആ ചേതനയായിട്ടാണ് ശകുന്തളയെ ഇവിടെ കൽപ്പിക്കുന്നത്. അനസൂയമകം. അനസൂയയും പ്രിയംവദയും രണ്ടുപേരുണ്ടല്ലോ, തോഴിമാർ. ആരാണ് ശകുന്തള? അവൾ തന്നെ അനസൂയയും പ്രിയംവദയും. അനസൂയമകം സത്യപ്രിയവാദം പ്രിയങ്കരം. അനസൂയമകം സത്യപ്രിയവാദം പ്രിയങ്കരം. പ്രഭാതരളമാം ജ്യോതിർലതൻ ജീവരൂപകം. തുടിച്ചിരുന്നു ഞാൻ. മുകളിന്ന് സ്നേഹം ഇറങ്ങി വന്ന് താഴെ ഈ ഭൂമിയിൽ എന്തൊക്കെ ആവും എന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. താഴത്തെ പൂവ് നോക്കിയാൽ ആകാശത്തിൻ്റെ സ്നേഹം നമുക്ക് കാണാം. തുടിച്ചിരുന്നു ഞാൻ പൂക്കും ചില്ല തൻ നടനങ്ങളിൽ. ശ്യാമമാലിനി തൻ കാലം പറ്റാത്ത വനഗീതയിൽ. കുതിർന്നിരുന്നു ഞാൻ ഉഷ്ണം വേവും വേരിൻ്റെ വീർപ്പിലും. ദർഭാങ്കുരക്ഷതം കൊണ്ട് കുഞ്ഞുമാനിൻ്റെ കണ്ണിലും. ആരെയും വേദനിപ്പിച്ചില്ല അറിഞ്ഞുമറിയാതെയും. ആരെയും വേദനിപ്പിച്ചില്ല അറിഞ്ഞുമറിയാതെയും. ആരെയും വേർപിരിഞ്ഞിട്ടില്ല അടുത്തും അകലത്തിലും. ആ ജന്മശുദ്ധമാം സ്നേഹം അതെൻ ജീവിതമല്ലയോ? ആ ജന്മശുദ്ധമാം സ്നേഹം അതെൻ ജീവിതമല്ലയോ? ആനന്ദം ബ്രഹ്മമാണെങ്കിൽ അത് ഞാൻ തന്നെയല്ലയോ? ഇതാണ് ആകാശത്തിലെ ശകുന്തള. നമ്മുടെ മനസ്സിൻ്റെ ആകാശത്തിൻ്റെ മുകളിലത്തെ സ്നേഹം എന്ന ശകുന്തള, പ്രകൃതി എന്ന ശകുന്തള. അതേ ശകുന്തള താഴെ നോക്കുമ്പോൾ നമ്മൾ ഭരിച്ചും നമ്മൾ പരിഷ്കരിപ്പിച്ചും
നമ്മൾ വികസിപ്പിച്ചും ഇങ്ങനെ കിടക്കുന്ന ഭൂമി എങ്ങനെയുണ്ട്? ശകുന്തള അതാണ് നോക്കിക്കാണുന്നത്. മുകളിൽ നിന്ന് ഞാനാകുന്ന ദുഷ്യന്തൻ നടത്തിപ്പോരുന്ന ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇത് ഞാൻ പറഞ്ഞല്ലോ, 32 വർഷം മുമ്പ് എഴുതിയതാണ്. അന്ന് കണ്ടതുപോലെ എഴുതിയതാണ്. അദൂരം കാൺമു ഞാൻ ആധിഗ്രസ്തം വിഭ്രമബിന്ദുവായി ഭൂമി. അദൂരം കാൺമു ഞാൻ ആധിഗ്രസ്തം വിഭ്രമബിന്ദുവായി ഭൂമി. ഒരു വിറയ്ക്കുന്ന നീർത്തുള്ളിയാണ് ഭൂമി, എപ്പോഴും ചെതറിപ്പോകാം. ആ കണ്ണുനീർത്തുള്ളിക്കുള്ളിൽ നീ ആണ്ടിരിപ്പതായി. ഒരു ചുട്ട കണ്ണുനീർത്തുള്ളിയായ ഭൂമിക്കുള്ളിൽ, ഒരു കുപ്പിക്കുള്ളിൽ, ഭൂമിയുടെ സ്ഫടികത്തിനുള്ളിൽ കൂനിക്കൂടിയിരിക്കുന്ന രാജാവ്, ദുഃഖിച്ചിരിക്കുന്ന രാജാവ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ദുഷ്യന്തൻ്റെ. ആളിച്ചൂഴുന്നു നിർഹ്രാസം കാമത്തിൻ യമധൂമിക. അതിനുള്ളിൽ പിടയ്ക്കുന്നു നിൻ ജീവരതി വൈകൃതം. തീഷ്ണം അമ്ലദ്രവം കോരി ഒഴിക്കുന്ന അഗ്നിഭൈരവൻ. ഇപ്പോഴത്തെ സൂര്യനെ നോക്കുക, ഭൂമിയിലെ. തീഷ്ണം അമ്ലദ്രവം കോരി ഒഴിക്കുന്ന അഗ്നിഭൈരവൻ. അഴുകുന്നു വിഷാവർത്ത കൈകളിൽ കാന്തതാരുണി. ശിലാവർഷത്തോടെ ഗർജം മുഴക്കും ഗർവപുഷ്കരം. ബലാൽ ഞെക്കി കശക്കുന്നു ജീവിതത്തിൻ്റെ പൂക്കളെ. ക്രോധം കുത്തിയൊലിച്ചേങ്ങിക്കലങ്ങുന്നു ശരന്നദി. തെളിഞ്ഞൊഴുകുന്ന നദികളില്ലല്ലോ നമുക്ക്. ക്രോധം കുത്തിയൊലിച്ചേങ്ങിക്കലങ്ങുന്നു ശരന്നദി. ശീതദുർദിന ഭൂതങ്ങൾ മാന്തുന്ന അഭയനിദ്രയെ. ഇന്നും നിൻ ചുണ്ടിൽ മുത്തുന്നു മതമാർന്ന അഗ്നികന്യകൾ. നിന്നെ ചുറ്റിപ്പിടിക്കുന്നു മോഹനം വിഷവല്ലികൾ. ശുഷ്കാകാശങ്ങൾ നീൾനാവാൽ നക്കാൻ പായും പിതൃക്കളോ. തുടരെ ചൊരിയുന്നു നിൻ തലയിൽ ശാപശോണിതം. അസ്വസ്ഥഗർഭവും പേറി അരണ്യാകാശവീഥിയിൽ അലയുന്നു നിരാലംബം ആഷാഢത്തിൻ്റെ മാനുകൾ. അസ്വസ്ഥഗർഭവും പേറി അരണ്യാകാശവീഥിയിൽ അലയുന്നു നിരാലംബം ആഷാഢത്തിൻ്റെ മാനുകൾ. ഋതുനാഭി വെടിക്കുന്നു ദിശ തെറ്റുന്നു നിൻ രഥം. അസൂര്യം ദിവസം മാർഗം അലക്ഷ്യം അർദ്ധദൂഷിതം. നിന്നെ കാൺകെ മനം നീട്ടി ചിരിക്കുന്നീല പൂവുകൾ. ആരെ കണ്ടിട്ടാണ് നിഷ്കളങ്കമായി പാവപ്പെട്ട ജനത ചിരിക്കുന്നത്? അങ്ങനെ ഒരാൾ, അങ്ങനെ ഒരു മുഖം ഇപ്പോൾ കുറവാണ്. ഒരു പൂവും എന്നെ നോക്കി ചിരിക്കുന്നില്ല. ഒരു കുഞ്ഞും എന്നെ കാണുമ്പോൾ ആഹ്ലാദിക്കുന്നില്ല. ആരുണ്ടാക്കി ഈ അവസ്ഥ? ഞാനാകുന്ന ദുഷ്യന്തൻ അതുണ്ടാക്കി. നിന്നെ കാൺകെ മനം നീട്ടിച്ചിരിക്കുന്നീല പൂവുകൾ. നിന്നെ തൊട്ടിട്ടു മോദത്താൽ തുള്ളുന്നീല മരുത്തുകൾ. നിൻ മൗനങ്ങളിൽ മുന്നെപ്പോൽ പാടുന്നീല കുയിൽക്കുലം. നിൻ നാദവിരലോടുമ്പോൾ ഹർഷിക്കുന്നീലവാനിടം. നിന്നിലെ ക്ഷീണഹൃസ്പന്ദം എന്നിൽ വന്നു മിടിക്കവേ. എൻ്റെ കൺപീലിയിൽ നിന്റെ കരളിൻ ചൂടറിഞ്ഞു ഞാൻ. ഇത്രയാണ് അവസ്ഥ. ഇനി എങ്ങോട്ടുണ്ട്? അതുകൊണ്ട്
അവസാനം ദുഷ്യന്തനോട് ശകുന്തള പറയുന്നു, ഈ പ്രകൃതി നമ്മളോട് പറയുന്നു, ഈ പ്രജകൾ നമ്മളോട് പറയുന്നു. ഇങ്ങനെ ഇത്രയും ചൊല്ലി ഞാൻ നിർത്താം. അവസാനത്തേക്ക് വരുന്നു. വില്ലും അമ്പും എടുത്ത് ഉള്ളിൻ കറുപ്പെയ്തു മുറിക്കുക. വില്ലും അമ്പും എടുത്തുള്ളിൻ കറുപ്പെയ്തു മുറിക്കുക. മാപ്പു ചോദിക്കുകൻ മാനിനോടും മാലിനിയോടുമേ. അഗ്നിശാലയിൽ എൻ താതപാദം കണ്ടു വണങ്ങുക. അരണ്യ സോദരന്മാരോട് അനുവാദമിരക്കുക. പച്ചിലത്തളിരാൽ ഒന്നു തൊട്ടു നീ കണ്ണിൽ വയ്ക്കുക. ലതാഭഗിനിമാരോട് കുശലം ചൊല്ലി നീങ്ങുക. മാനസത്തെളിയിൽ മുങ്ങി സർവശുദ്ധിയെടുക്കുക. വരികൻ്റെ പദം തേടി കാക്കുന്നേൻ ഏകവേണി ഞാൻ. അങ്ങനെ നമ്മെ ഇന്നും കാത്തിരിക്കുന്ന മഹാപ്രണയം എന്ന പ്രകൃതിയുടെ പ്രണയം, പ്രജകളുടെ പ്രണയം, സസ്യജന്തുജാലങ്ങളുടെ പ്രണയം നമ്മൾ അറിവായി ഏൽക്കുമ്പോൾ നമുക്ക് ഒരു മാനസശുദ്ധി കൈവരും. ഈ പുതിയ ആഡംബരത്തിലും പ്രകടനത്തിലും ഒരുപാട് പരിഷ്കാരങ്ങളിലും മുഴുകി ഓടുന്ന ഈ ഭൂഗോളത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഈ ഒരു മാനസശുദ്ധി തെളിമയോടെ വരട്ടെ എന്നും മനുഷ്യൻ ഉദാത്തതയിലേക്ക് പ്രവേശിക്കാൻ അറിവ്, ശുദ്ധമായ അറിവ്, ലോകസ്നേഹം എന്ന അറിവ്, അത് എല്ലാവരിലും സ്നേഹമായി നിറയട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കവിത ഇങ്ങനെ അപ്രഗൽഭമായും അല്പമായും ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് എന്താണ് അഭിജ്ഞാനം, എന്താണ് തിരിച്ചറിവ്, എന്താണ് വിവേകം, എന്താണ് സത്യബോധം എന്ന ഒരു ചിന്തയിലേക്ക് ഇത് എല്ലാവരെയും ഇപ്പോൾ തന്നെ സഞ്ചരിക്കുന്ന എല്ലാവരെയും കൂടുതൽ ശുദ്ധിയോടെ നയിക്കുമാറാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹാസന്ദർഭത്തിന് ഇടതന്ന നിയമസഭയ്ക്ക്, അതിൻ്റെ നായകർക്ക് എൻ്റെ കടപ്പാട് പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. വാക്കുകളിൽ കുറവും പിഴയും പൊറുക്കണം. നമസ്കാരം.